നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. കർണാടകയിൽ സിദ്ധരാമയ്യ സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന നെതാക്കാത്തിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. അപ്പോൾ സ്വദേശി വൽക്കെന്ന് വെച്ചാൽ കന്നഡികർക്ക് അവിടുത്തെ സ്വകാര്യ മേഖലയിൽ 70% വരെ ജോലി സംവരണം ചെയ്യുന്ന ബിൽ ഇന്നലെ മന്ത്രിസഭയിൽ കൊണ്ടുവരികയും വലിയ പ്രതിഷേധത്തെ തുടർന്ന് തൽക്കാലം അത് മരവിപ്പിക്കുകയും ചെയ്തു. പ്രതിഷേധം എന്ന് വെച്ചാൽ അവിടുത്തെ വൻകിട കമ്പനികളിൽ നിന്നൊക്കെയാണ് കാര്യമായ പ്രതിഷേധം ഉണ്ടായത്. കാരണം ഇങ്ങനെ സ്വകാര്യ മേഖലയിൽ 70% തസ്തികകൾ കന്നഡികർക്ക് മാത്രം ഒഴിച്ചിട്ടാൽ അത് ഈ സ്ഥാപനങ്ങളുടെയൊക്കെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും എന്നുള്ള ഒരു ഈ കമ്പനികളുടെ വ്യവസായ മേഖലയിൽ നിന്നുള്ളൊക്കെ ആളുകളുടെ വലിയ വിമർശനത്തെ തുടർന്നാണ് അത് അവസാനിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ ബാധിക്കുക സ്വാഭാവികമായും ഈ ബിൽ പാസ്സായിരുന്നുവെങ്കിൽ മലയാളികളായിരിക്കും. 1 ലക്ഷത്തിന് 1.5 ലക്ഷത്തിനൊക്കെ മേലെ മലയാളികൾ അവിടെ ബാംഗ്ലൂരുവിലും മറ്റിടങ്ങളിലുമൊക്കെ ആയി സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബിൽ എങ്ങാനും പാസ്സായിരുന്നുവെങ്കിൽ അത് കേരളത്തെ സാരമായി ബാധിക്കുമായിരുന്നു. പക്ഷേ തൽക്കാലം മരവിപ്പിച്ചെങ്കിൽ കൂടിയും കന്നഡിക വികാരം ആളിക്കത്തിക്കാനുള്ള ഒരു ശ്രമം അവിടെ കോൺഗ്രസ് സർക്കാർ നടത്തുന്നുണ്ട്. മുമ്പ് BJP ആയിരുന്നു പയറ്റിരുന്നെങ്കിൽ കോൺഗ്രസ് എന്തിനതിന് പിന്നാലെ പോകുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. അജിംസ്, തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും അത് തങ്ങളുടെ പരിഗണനയിലുണ്ട് എന്ന് സിദ്ധരാമയ്യ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? അത് പരിഗണനയിലുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ആ ബില്ല് എന്ത് ചെയ്ത് മന്ത്രിസഭായോഗം അംഗീകാരം കൊടുത്തത്. ആ പരിഗണനയിലുണ്ടെന്ന് പറയുക എന്ന് പറഞ്ഞൊരു സെക്ട് ഓഫ് പീപ്പിളിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അതല്ലാതെ അങ്ങനൊരു നിയമം പാസ്സാക്കാൻ കഴിയില്ല. പാസ്സാക്കിയാൽ അത് കോടതി തള്ളിക്കളയുന്നൊരു നിയമമാണ്. കാരണം ഇതിനു മുമ്പ് ഇതുപോലെ 2 സംസ്ഥാനങ്ങൾ, ആന്ധ്രാപ്രദേശും ഹരിയാനയും സമാനമായ രീതിയിലുള്ള നിയമങ്ങൾ പാസ്സാക്കിയിരുന്നു. പക്ഷേ അവിടുത്തെ ഹൈക്കോടതികൾ തന്നെ, ആന്ധ്ര ഹൈക്കോടതിയും അതുപോലെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയും അത് തള്ളിക്കളഞ്ഞു. അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് അറിയാത്ത ആളല്ല സിദ്ധരാമയ്യയും DK ശിവകുമാറും ഒന്നും. അവർക്കറിയാം ഈ ബില്ല് പാസ്സായ നിയമമായാലും അത് കോടതിയിൽ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നിൽക്കില്ല, അവർക്കറിയാം. പക്ഷേ കോൺഗ്രസ് സർക്കാരിനെ സംബന്ധിച്ച് ഈ കന്നഡവാദം എന്ന് പറയുന്ന ആൾക്കാരെ തൃപ്തിപ്പെടുത്തിയേ മതിയാകൂ. കാരണം അതല്ലെങ്കിൽ അവർ അലമ്പുണ്ടാക്കും എന്ന് പറയുമ്പോൾ ഈ കോൺഗ്രസ് സർക്കാർ അധികാരമേറ്റൊരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ കന്നഡ മൂവ്മെൻ്റ് ആൾക്കാർ പലയിടത്തും പ്രൊട്ടസ്റ്റ് കടത്തുന്നത് കണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ പലയിടത്തും കന്നഡ ബോർഡുകളില്ലാത്ത സ്ഥാപനങ്ങളുടെ ബോർഡുകൾ അടിച്ചേർക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിരുന്നു. യഥാർത്ഥത്തിൽ അതൊരു ഒഴിവാക്കാൻ കഴിയാത്ത, കന്നഡ രാഷ്ട്രീയത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമാണ് ഈ കന്നഡ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് പ്രശ്നമാണോ അത് പരിഹാരമാണോ നമുക്കറിയില്ല. ഇത് പ്രാദേശികവാദമല്ല, അത് യഥാർത്ഥത്തിൽ മണ്ണിൻ്റെ മക്കൾവാദം പോലുമല്ല, കന്നഡ ഭാഷയാണ് അതിൻ്റെ പ്രശ്നം. 1980 ഈ ദേവരാജ് അരശ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു പ്രൊട്ടസ്റ്റ് ഉയർന്നു വരുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കോൺഗ്രസ് സർക്കാരുകൾ പലതും ഈ സംസ്കൃതം ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് അവിടെ കൊണ്ടുവന്നു കന്നഡ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ. അപ്പോൾ അതിനെതിരെ ഉയർന്നു വന്ന ഒരു മൂവ്മെൻറ്റാണ് ശരിക്കും ഈ കന്നഡ മൂവ്മെൻറ്റ്. അപ്പോൾ സംസ്കൃതം അങ്ങനെ ആക്കി കഴിയുമ്പോൾ പ്രശ്നം വെച്ചാൽ കുറേ അധികം ആളുകൾ സംസ്കൃതം പഠിക്കാൻ തുടങ്ങും. സംസ്കൃതത്തിൽ കുറച്ച് പഠിച്ചാലും മുഴുവൻ മാർക്ക് കിട്ടും. അപ്പോൾ SLCക്ക് നല്ല മാർക്ക് കിട്ടാൻ തുടങ്ങിയതോടുകൂടി കന്നഡ സൈഡിലേയും ചെയ്യപ്പെട്ടു തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ കാമരാജാരശ് എന്ത് ചെയ്തു, ഒരു കമ്മീഷൻ വെച്ചാൽ അതിൻ്റെ ഒരു സാധ്യതകൾ ഇത് പിൻവലിക്കണമെന്നൊക്കെ പറയുന്നത്. ആ കമ്മീഷനെതിരെ തന്നെ ഒരു മൂവ്മെൻറ്റ് ഉയർന്നു വന്നു. ഗോകാക് കമ്മീഷൻ എന്നായിരുന്നു. അപ്പോൾ ഗോകാക് ഗോ ബാക്ക് എന്ന് പറഞ്ഞിട്ടായിരുന്നു മുദ്രാവാക്യം ഉയർന്നു വന്നു. അങ്ങനെ പക്ഷേ ഗോകാക് കമ്മീഷൻ എന്ത് ചെയ്തു, അങ്ങനെ ചെയ്യേണ്ടതില്ല, സംസ്കൃതം ഫസ്റ്റ് ലാംഗ്വേജ് ആക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടാണ് റിപ്പോർട്ട് കൊടുത്തത്. ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ അന്ന് ഇത് ഉയർന്നു വന്നത് സംസ്കൃതത്തിൻ്റെ മേധാവിത്വത്തിനെതിരെയായിരുന്നുവെങ്കിൽ, സംസ്കൃതത്തിനെതിരെ കന്നഡയ്ക്ക് വേണ്ടി നടന്ന മൂവ്മെൻ്റ് ആയിരുന്നെങ്കിൽ, പിന്നീട് ബാംഗ്ലൂർ സിറ്റി വികസിക്കുകയും ബാംഗ്ലൂർ ഒരു കോസ്മോപൊളിറ്റൻ സിറ്റിയായി മാറുകയും ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ നിന്നും ആളുകൾ അവിടെ ഒന്ന് ജോലി ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഏതാണ്ട് 1.5 കോടി ആളുകളാണ് ബാംഗ്ലൂർ നഗരത്തിൽ മാത്രം ജീവിക്കുന്നത്. അതൊരു മിനി ഇന്ത്യയാണ്. ബോംബെ പോലെ ഒരു മിനി ഇന്ത്യയായി മാറിയിരിക്കുകയാണ്. ബോംബെയിൽ നമുക്ക് ബോംബെ ആയിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മണ്ണിൻ്റെ വാദം അറിയാമല്ലോ നമുക്ക്. അതുണ്ടായതും ഇങ്ങനെ തന്നെയാണ്. പല സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ അവിടെ കുടിയേറുകയും ബോംബെ വലിയൊരു സിറ്റിയായി മാറുകയും ചെയ്തതോടുകൂടിയാണ് അവിടെ മണ്ണിൻ്റെ മക്കൾവാദം ഉയർന്നത്. ബാംഗ്ലൂർ അങ്ങനെ ഒരു കോസ്മോപൊളിറ്റൻ സിറ്റിയായി മാറിയതോടുകൂടി ഈ കന്നഡ ഭാഷാവാദം അതിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന ലക്ഷ്യത്തിൽ നിന്ന് മാറി മണ്ണിൻ്റെ മക്കൾവാദമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു പ്രശ്നമാണ്. ആ പ്രശ്നം പരിഹരിക്കുക എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് സർക്കാരിന് ഒറ്റയ്ക്ക് പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അത്. കാരണം അത് അന്ന് തുടക്കമിട്ടത് ഈ കന്നഡ ആക്ടിവിസ്റ്റുകളാണെങ്കിലും അതിന് അന്നത്തെ സിനിമാ താരങ്ങളും, ഇപ്പോൾ UR അനന്തമൂർത്തിയെ പോലുള്ള അദ്ദേഹം വളരെ പ്രോഗ്രസീവായിട്ട് എഴുത്തുകാരാണ്. അന്ന് അവരൊക്കെ പിന്തുണച്ചതാണ് അതിനെ. പക്ഷേ അതിൻ്റെ ഒരു ഡയമെൻഷൻ മാറി, അതിൻ്റെ രാഷ്ട്രീയം പോലും മാറി. കന്നഡ മൂവ്മെൻറ്റ് രാഷ്ട്രീയം മാറി അതൊരു മണ്ണിൻ്റെ മക്കൾവാദത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് സർക്കാരിന്, BJP സർക്കാർ അവർ തരം പോലെ അതിനെ തഴുകുകയും തലോടുകയും ചെയ്യുന്നുണ്ട്. അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നുണ്ട്. കോൺഗ്രസ് സർക്കാരിനെതിരെയായിരുന്നു അന്ന്, കോൺഗ്രസ് സർക്കാരിനെതിരെയായിരുന്നു കന്നഡ മൂവ്മെൻറ്റ് വന്നിരുന്നെങ്കിൽ ഇന്ന് കോൺഗ്രസ് സർക്കാരിന് അവരെ പ്രീതിപ്പെടുത്താതെ അല്ലെങ്കിൽ അവരെ തൃപ്തിപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം അതൊരു വേറെ രീതിയിൽ BJP
കോൺഗ്രസിനെതിരെ അത് ഉപയോഗിക്കും. ആ മൂവ്മെൻറ്റിനെ BJP എന്ത് ചെയ്യും? കോൺഗ്രസിനെതിരെ ഉപയോഗിക്കും. അത് വലിയ തോതിൽ ലോ ആൻഡ് ഓർഡർ പ്രശ്നമായി മാറും. അതിനു മുമ്പും അങ്ങനെ അനുഭവങ്ങളുണ്ട്. 80കളിലും 90കളിലും ആ അനുഭവങ്ങളുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു ബില്ല് ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുവരാൻ പോവുകയാണ്, ഞങ്ങൾ ഇതിനുവേണ്ടി ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അത് കോൺഗ്രസ് ചെയ്യുന്നത്. അല്ലാതെ അങ്ങനെ ഒരു നിയമം യഥാർത്ഥത്തിൽ ഭരണഘടനാപരമായി നിലനിൽക്കില്ല. ഇനി ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഇത് ഉണ്ടാക്കുന്ന തിരിച്ചടികൾ ഭയങ്കരമാണല്ലോ. ഒന്ന് ആലോചിച്ചു, അങ്ങനെ നിയമം വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു വലിയ തിരിച്ചടി. എന്താ പറയുക, കുറേ അധികം ആൾക്ക് അവിടെ ജോലി നഷ്ടപ്പെടും. ഇപ്പോൾ ഈ ഫോൺപേയുടെ CEO സമീർ നിഗം എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹം പറയാണ്, ഞാൻ ഒരു സിറ്റിയിലും 15 ഇപ്പോൾ ഈ നിയമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം 15 വർഷമെങ്കിലും കർണാടകയിൽ ജീവിക്കുകയും കന്നഡ എഴുതാനും വായിക്കാനും അറിയണം. കന്നഡ പ്രൊഫഷൻസി ഉള്ളവർക്ക് ജോലി കൊടുക്കാവുന്നതാണ്. 15 വർഷമെങ്കിലും അവിടെ ജീവിച്ച ആൾക്കാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ 15 വർഷം ഒരു സിറ്റിയിൽ ഇന്ത്യയിൽ ജീവിച്ചിട്ടില്ല, എൻ്റെ മക്കൾക്ക് ഇവിടെ ജോലി കിട്ടില്ല എന്നാണ് അയാൾ ചോദിക്കുന്നത്. ഇതൊരു വലിയ പ്രശ്നമാണല്ലോ. കുറേ അധികം ആളുകൾ പുറത്താക്കപ്പെടും. IT സെക്ടറിൽ മുഴുവൻ മലയാളികൾക്കും പുറത്തു വരേണ്ടി വരും. അപ്പോൾ ഇതിലെനിക്കൊരു തമാശ, കഴിഞ്ഞ ദിവസം ഈ വാർത്ത വന്നപ്പോൾ, അതായത് കോൺഗ്രസ് സർക്കാർ ഇങ്ങനെ ഒരു വാർത്ത കൊണ്ടുവരുമ്പോൾ, ഇങ്ങനെ ഒരു ബില്ല് വരുന്നുണ്ടെന്നുള്ള വാർത്ത വന്നപ്പം ഇവിടുത്തെ വ്യവസായ മന്ത്രി P. രാജീവ് ഒരു ട്വിറ്ററിൽ ഒരു ട്വീറ്റ് ചെയ്തു, ഈ ഇൻവെസ്റ്റേഴ്സിന് കേരളത്തിലേക്ക് സ്വാഗതം. അതായത് കർണാടകയിലും ബാംഗ്ലൂരിൽ നിന്ന് മുഴുവൻ ഇൻവെസ്റ്റേഴ്സും പോവുമല്ലോ, ഈ ബില്ല് വന്നു കഴിഞ്ഞാൽ അവിടെ മൊത്തം പറയൂല, അപ്പോൾ അതെല്ലാം കേരളത്തിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ട്വീറ്റ് ചെയ്തു. എനിക്കത് ഭയങ്കര രസകരമായിട്ട് തോന്നി ആ സമയത്ത്. ഇർഷാദ്, ഒരു മണ്ടൻ തീരുമാനമാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഒരു കോസ്മോപൊളിറ്റൻ സിറ്റിയാണ്. ഇപ്പോൾ ഈ സ്ഥാപനങ്ങളൊക്കെ പിൻവാങ്ങിപ്പോകും. അപ്പോൾ കുറെ കൂടി അതിൻ്റെ ബിസിനസ്സിനെയൊക്കെ ബാധിക്കുന്ന ഒരു തീരുമാനമായി മാറി വന്നാൽ അല്ല, കൊണ്ടുവരാൻ പ്ലാനില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഒന്നാമത് ബാംഗ്ലൂർ പോലെ ഒരു രാജ്യത്താകമാനം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഹൈടെക് സിറ്റി, ആ സിറ്റിയിൽ ഇങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവന്നാൽ ആ സിറ്റി ഇല്ലാണ്ടായി പോകും, അതിൻ്റെ സ്വഭാവം ഇല്ലാതായി പോകും. അങ്ങനെ ആ സിറ്റിയെ ഇല്ലാതാക്കാനും ആ പവർ ഇല്ലാതാക്കാനും ഒരു സർക്കാർ ആലോചിക്കുന്നുണ്ടാവും? ഒരിക്കലും ഇല്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് പൊളിറ്റിക്കൽ ഗെയിം എടുക്കുകയാണ് അവർ. ഇതിനകത്തൊരു ആളുകളെ ഈ കന്നഡിക വാദക്കാരെ തൃപ്തിപ്പെടുത്തുക. ഇതിനു മുമ്പും സിദ്ധരാമയ്യ, ഇപ്പോൾ കഴിഞ്ഞ ഡിസംബറിലാണ് കന്നഡ അറിയാത്ത ആളുകൾ ഇവിടെ ഉണ്ടാവുന്നത് നല്ലതല്ല, കന്നഡയ്ക്ക് പ്രാമുഖ്യം കിട്ടണം, പ്രവാസികൾ വന്നെല്ലാം കീഴടക്കുന്ന രീതി ഒഴിവാവണം എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഇദ്ദേഹം നടത്തുന്നത് എന്തിനാണ്? ഇവരെ തൃപ്തിപ്പെടുത്തുക. അതിനുശേഷം ഗ്രേറ്റ് ബാംഗ്ലൂർ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ അതോറിറ്റി ഉണ്ടല്ലോ, അവർ 60% ബോർഡുകൾ കന്നഡ ഭാഷയിലാക്കണമെന്ന നിബന്ധന പുറത്തിറക്കുകയും അത് വലിയ പ്രശ്നമായി മാറുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ അവസാനത്തെ വലിയ വിവാദം നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അവരുദ്ദേശിക്കുന്നത് ഈ സെൻറ്റിമെൻറ്റ്സിനെ ഒന്ന് മാനേജ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ്. അതർവൈസ് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അവിടെ വലിയ കമ്പനികളുണ്ട്. അപ്പോൾ കഴിഞ്ഞ BJP സർക്കാരിൻ്റെ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് താല്പര്യങ്ങളെ ഹർട്ട് ചെയ്യുന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന വൻകിട കമ്പനികൾ, അവിടെ വന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾ, അവരുടെയൊക്കെ താല്പര്യത്തിന് മേലെ കൂടി നിരന്തരം വെറുപ്പും സംഘർഷം ഉണ്ടാക്കുക. അപ്പോൾ ആ വികാരം കൂടി പ്രവർത്തിച്ചിട്ടാണ് BJP തോറ്റുപോയത്. നമ്മൾ പലവരോട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ബാംഗ്ലൂരിൻ്റെ സ്വഭാവത്തെ തന്നെ മാറ്റിക്കളയുകയും അതിന് ഈ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട നഗരം എന്നുള്ള അതിൻ്റെ സ്വഭാവത്തെ അട്ടിമറിക്കുകയും ചെയ്യാൻ സർക്കാർ ആഗ്രഹിക്കുന്നുണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾ കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോഴേ, ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് MP-മാർ സത്യപ്രതിജ്ഞ ചെയ്ത് കണ്ടോ? എല്ലാവരും ഭരണഘടന എടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഭരണഘടന എടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു ഞെട്ടിപ്പിക്കുന്ന പ്രാദേശിക വികാരത്തിന്മേലൊരു നിയമം ഒരു ഭരണകൂടം ഉണ്ടാക്കുന്നത്. BJP ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടോ ചോദിക്കാൻ? കാരണം ഇവിടെ കന്നഡികർ വേണം, 50% പ്രധാനപ്പെട്ട ജോലികളിൽ, മാനേജ്മെൻറ്റ് തസ്തികകളിൽ, ബാക്കിയുള്ള 100% CD ക്ലാസ്സുകളിൽ ഇവിടെയുള്ള ആളുകൾ മതി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റിന് എന്താണ് അവർ വാല്യൂ ചെയ്യുന്നത്? ഈ രാജ്യം എന്ന് പറഞ്ഞാൽ രാജ്യമാണ്, ഒറ്റ രാജ്യമാണ്. അതെല്ലാവർക്കും എല്ലായിടത്തും പോയി തൊഴിൽ ചെയ്യാനും സമ്പാദിക്കാനും ഉള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള ഭരണഘടനയുടെ വിശാലമായ അവകാശത്തെ മുന്നിലെടുത്ത് വെച്ചുകൊണ്ട് അത് വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ്, അത് സത്യപ്രതിജ്ഞ ചെയ്യുന്ന കോൺഗ്രസിൻ്റെ DK ശിവകുമാറും സിദ്ധരാമയ്യ കൂടി, കർണാടക വേറെ സെറ്റപ്പാണ്, അത് ഞങ്ങൾ കർണാടകക്കാരിവിടെ ജോലി ചെയ്തോളാം, എല്ലാവരും വന്നിട്ട് ഭരണഘടന മെഴുകണ്ട എന്നാണ് ആ പറയുന്നതിൻ്റെ മലയാളം അല്ലേ? അപ്പോൾ അതാണ് കോൺഗ്രസിൻ്റെ തട്ടിപ്പുകളൊന്ന്. മറ്റൊന്ന് ഈ പ്രാദേശികവാദം എന്ന സംഗതി, അത് ഉണ്ടാക്കാൻ പോകുന്ന അപകടം. ഇപ്പം തന്നെ ഇവരൊരു സംഗതി ഇനീഷ്യേറ്റ് ചെയ്യാണ്, ഞങ്ങളൊരു നിയമം കൊണ്ടുവരാൻ പോകുന്നു, ഇവിടെ 100% ഈ ക്ലാസ്സുകളിൽ 100% കന്നഡികർ, കന്നഡികരായ ആളുകളെ കിട്ടുന്നില്ലെങ്കിൽ സർക്കാരുമായി സഹകരിച്ചു 3 വർഷം കൊണ്ട് അവരെ ട്രെയിൻ ചെയ്ത് പണിയെടുപ്പിച്ചോണം. സേഫും അവിടെ പോയിട്ട് ഒരു കച്ചവടം തുടങ്ങാൻ തീരുമാനിക്കുന്നു, നിങ്ങൾക്ക് 10 സ്റ്റാഫിൽ കൂടുതലുണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര % കന്നഡികരെ നിങ്ങൾ അക്കോമഡേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രത്യേകമായ ഒരു സ്കിൽ ആവശ്യമുള്ള തൊഴിൽ മേഖലയാണ്, അതിന് കന്നഡികരെ കിട്ടുന്നില്ലേ, സർക്കാരുമായി സഹകരിച്ച് 3 വർഷം കൊണ്ട് നിങ്ങളും കൂടി എഫോർട്ട് എടുത്ത് അവരെ ട്രെയിൻ ചെയ്ത് അവർ അക്കോമഡേറ്റ് ചെയ്യണം. എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ ഗവൺമെൻറ് നിങ്ങൾക്ക് സ്പെഷ്യൽ ആപ്ലിക്കേഷൻ കൊടുത്ത് ആ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് കിട്ടുന്ന ഇളവ് ഉപയോഗപ്പെടുത്താം. ആ ഇളവ് കിട്ടുമ്പോഴും 25% കന്നഡികരകത്തുണ്ടായിരിക്കും എന്നുള്ള വ്യവസ്ഥയുണ്ട്. നടക്കാൻ പോകുന്ന ഒന്നല്ല, നടന്നാൽ എന്തും മാത്രം
അത്ഭുതകരമായ ഒരു സാധനമാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നാലോചിക്കണം. അപ്പോൾ ഇത് ഒരു സംഗതി ശരിയാണ്, കന്നഡിഗരെ തൃപ്തിപ്പെടുത്താൻ കോൺഗ്രസ് ചില സംഗതി എടുക്കുന്നു എന്ന് പറയുമ്പോഴും ഇതൊരു പുതിയ ചർച്ച ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ, ഇല്ലേ? ഇതൊരു പുതിയ ഡിവൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. കന്നഡിക വികാരം എന്ന് പറയുന്ന സംഗതിയെ വീണ്ടും ഊതിപ്പെരിപ്പിച്ച് ആളുകൾക്കിടയിൽ വൈരം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരു പീസ്ഫുള്ളായി ആൻഡ് ഹെൽത്തി ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിനകത്ത് ഒരു ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ കുഴപ്പമുണ്ടാക്കുന്നു പറയണം. ഇപ്പം ഏത് രാഷ്ട്രീയമായ പദ്ധതികളെ തന്ത്രപരമായി മറികടക്കാനാണെന്നൊക്കെ പറയുമ്പോഴും ഒരു ഡിവൈഡ് ഇട്ട് കൊടുക്കുകയാണ്. അതിന് സർക്കാരിനും പല കാരണങ്ങളുണ്ടാവും. അവിടെ ഒന്നാമത് ഇപ്പോൾ ഗവൺമെൻറ് വലിയുള്ള ക്രൈസിസ് അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ, ഇപ്പോൾ കർണാടക പോലെ ഒരു വളരെ സാമ്പത്തിക ആരോഗ്യമുള്ള സംസ്ഥാനം കേന്ദ്ര സർക്കാരിനെതിരെ പോയി സമരം ചെയ്യുക. എന്തിനാണ് സമരം ചെയ്യുന്നത്? ഞങ്ങൾക്ക് വിഹിതം കിട്ടുന്നില്ല എന്ന പേരിൽ സമരം ചെയ്യേണ്ടി വരും പ്രകാരത്തിൽ ആ സംസ്ഥാനം സാമ്പത്തികമായ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞാലേ അതുപോലെ വെൽഫെയർ പ്രോജക്റ്റുകളാണ് അവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് മീറ്റ് ചെയ്യാൻ സർക്കാരിന് പറ്റുന്നില്ല എന്ന പ്രശ്നമുണ്ട്. വേറെ ഒരുപാട് ഭരണപരമായ ഇഷ്യൂസിനെ ഗവൺമെൻറ് അഭിമുഖീകരിക്കുന്നുണ്ട്. അതിനെ കൂടി മറികടക്കാൻ ഇത് ആവശ്യമാണ്. അപ്പോൾ അവർക്ക് ആവശ്യമാണ് രാഷ്ട്രീയമായി. പക്ഷേ ആത്യന്തികമായി നമ്മളെല്ലാവരും നമ്മ ബംഗളൂരു എന്നുള്ള എല്ലാവരും പറയാം, നമ്മുടേതൊന്നു കൂടി വിചാരിക്കുന്ന ഒന്നാണ്. ബാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞാൽ മലയാളിക്ക് സ്വന്തം സിറ്റി പോലെയാണ്, അല്ലേ? നമ്മൾ എത്ര സിനിമകൾ ബാംഗ്ലൂരിനെ ബേസ് ചെയ്തിട്ടുണ്ട്, അത്രയും മലയാളികൾ അവിടെ ഉണ്ട്. അങ്ങനെ ഒന്നിൻ്റെ സ്വഭാവം മാറ്റിമറിക്കാനും ആളുകളെ പലതാക്കി തിരിക്കാനുള്ള ഈ പണി കോൺഗ്രസ്സിന് രാഷ്ട്രീയമായി പറയാൻ പറ്റുന്ന ഒരു വർത്താനമല്ല, വൃത്തികേടാണ്. ഏറ്റവും മിനിമൽ വാചകത്തിൽ പറഞ്ഞാൽ വൃത്തികെട്ട ഒരു ആശയം അവതരിപ്പിക്കുകയാണ് അവർക്ക് ഈ ഭരണഘടനയും ഇത് രണ്ടും കൂടി ചെയ്യരുതെന്നാണ് അവരോട് നമുക്ക് പറയാനുള്ള കാര്യം. പി രാജീവിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എത്ര മലയാളികളുടെ പണി പോകുന്ന കേസാണ്, എത്ര മലയാളികൾക്ക് അവരുടെ സ്ഥാപനം നഷ്ടപ്പെടുന്ന കാര്യമാണ്, എത്ര മലയാളികൾക്ക് തിരിച്ചു പോരേണ്ടി വരും. നിങ്ങൾ ഇങ്ങോട്ട് പോരെ എന്ന് പറയുകയാണ്. എന്ത് സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ടാണ്, അതിനെ എന്തുമാത്രം ആഴത്തിൽ മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം അവിടുത്തെ ഇൻവെസ്റ്റേഴ്സിനെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്തെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് രാഷ്ട്രീയമായും സാമ്പത്തികപരമായിട്ടും ഒന്നും ഒരു നിലയ്ക്കും പിന്തുണയ്ക്കാൻ കഴിയാത്ത ഒന്നാണ്. കോൺഗ്രസ് ഇനീഷ്യേറ്റ് ചെയ്തത് ഞെട്ടിക്കുന്നതാണ്. കോടതിയിൽ ഇത് നിൽക്കില്ല എന്ന് സിദ്ധരാമയ്ക്ക് അറിയാം. പക്ഷേ ഈ ഒരു കന്നഡ വികാരത്തെ ഇങ്ങനെ അഡ്രസ്സ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. പക്ഷേ അത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാകുമ്പോൾ അതിനകത്ത് കുറേയേറെ വിമർശനാത്മകമാണ്. അക്കാര്യമാണ് നമ്മൾ സംസാരിച്ചത്.